ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അത് ഭാവിയിൽ അത് പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടല്ല ഇവിടുത്തെ മാറി മാറി വന്ന മുന്നണികളൊക്കെ മുന്നോട്ട് പോയത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇങ്ങനെ ചർച്ചയാക്കാൻ പറ്റുന്നൊരു വിഷയം എന്നല്ലാതെ അതിവിടെ ഒരു വോട്ട് ബാങ്കല്ല. ഏതെങ്കിലും മണ്ഡലത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ടീമിനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് മീഡിയകളൊക്കെ ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നിങ്ങനെ ഊതി വീർപ്പിക്കുന്നു, അല്ലെങ്കിൽ പല ആളുകളുടെയും വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതല്ലാതെ അതിലൊന്നും വലിയ അർത്ഥമല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം പോലല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. മാത്രമല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനോ അല്ലെങ്കിൽ അനുകൂലിക്കാനൊന്നും അർഹതയില്ല. എല്ലാവരും മാറി മാറി ഉപയോഗിച്ചൊരു സംവിധാനമാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾക്ക് അനുസൃതമായി രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് സ്വീകരിക്കപ്പെടുന്ന സാഹചര്യം അത്രയൊന്നും സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരു സംവിധാനമൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമി. ആരോഗ്യങ്ങളുണ്ട് ജമാഅത്തെ ഇസ്ലാമി ലീഗുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ യുഡിഎഫുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ ശേഷം ഈ ലീഗിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അവർ ഈ മതം ഉപയോഗിച്ച് ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു. ഈ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അവർ വിശ്വാസമില്ലാത്തവരാണ്, അതുകൊണ്ട് അവരോട് നിൽക്കരുത് എന്നൊക്കെ പറയുന്നു. അതൊന്നും മുൻപ് കേരളത്തിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യപ്പെടാത്തതാണ്. അപ്പം അത് ഈ ജമാഅത്തിൻ്റെ സ്വാധീനമാണ് എന്ന് അവർ പറയുന്നതിൽ അങ്ങനെ കാണുന്നതിൽ തെറ്റ് പറയാൻ പറ്റും? അല്ല, വിശ്വാസമില്ലാത്തതും വിശ്വാസമുള്ളതൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട സംഗതിയല്ലേ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ രംഗത്ത് വന്ന സമയത്ത് അത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് പുതിയ ചർച്ചയൊന്നുമല്ല, നേരത്തെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു സാമുദായിക പാർട്ടി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും സമുദായത്തിൻ്റെ കാര്യങ്ങളും സമുദായത്തിൻ്റെ വിശ്വാസം, സമുദായത്തിൻ്റെ അവകാശങ്ങൾ അത് മറ്റു പാർട്ടികളെക്കാൾ കൂടുതൽ മുസ്ലിം ലീഗ് പറയുമല്ലോ. അത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ. കാസർഗോഡ് കണ്ടത് പള്ളി വിളിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. പിന്നെ CPM പ്രാദേശികമായി ഇതിനെക്കുറിച്ചൊന്നും വലിയ കാഴ്ചപ്പാടും ധാരണയില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും അല്ലെങ്കിൽ പ്രാദേശിക പൊതുയോഗങ്ങൾ പറയുന്നതൊക്കെ അതിപ്പോൾ എല്ലാ പാർട്ടികളിലും അത്ര ആളുകളുണ്ടാകും. അത് പാർട്ടിയുടെ നയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തീരുമാനത്തെക്കുറിച്ചോ വലിയ ധാരണയുള്ള ആളുകൾ നയിക്കണമെന്നില്ല. അതൊരു പാർട്ടിയുടെ നിലപാട്, ഒരു സമുദായത്തിൻ്റെ നിലപാടായിട്ടൊന്നും പരിഗണിക്കാൻ പാടില്ല. അത്തരം പ്രചരണങ്ങൾ സമുദായത്തെ ഒരു CPM വിരുദ്ധ മനോഭാവത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് CPM വിലയിരുത്തിയിരിക്കുന്നത്. അപ്പം വിശ്വാസമുള്ള അല്ലെങ്കിൽ ലീഗ് നിൽക്കുന്ന ജമാഅത്ത് നിൽക്കുന്ന ഒരിടത്ത് മാത്രമേ വിശ്വാസികൾ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രചരണത്തിലേക്ക് കമ്മ്യൂണിറ്റി മുഴുവൻ വന്നു കഴിഞ്ഞു എന്നാണ് CPM വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് അപകടമായ സാഹചര്യമില്ലേ? അങ്ങനെ ഒരു പാർട്ടിക്ക് മാത്രം വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാതിരിക്കുക, ഒരു ടീമിന് മാത്രം വോട്ട് ചെയ്യുക എന്നുള്ളത് ശരിയായ പ്രവണതയാണ്. അല്ല, കമ്മ്യൂണിറ്റി മുഴുവൻ എതിരാകുമോ എന്ന് ആശങ്കപ്പെടുന്ന എല്ലാ പാർട്ടികൾക്കും നല്ലതാണ്. കമ്മ്യൂണിറ്റി മൊത്തം എതിരാകാതിരിക്കാനുള്ളൊരു സ്ട്രാറ്റജി എല്ലാവരും സ്വീകരിക്കണം, നല്ലതാണ്. അതൊരു പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടികളും ഏതെങ്കിലും സമുദായം മൊത്തം എതിരാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെയാണ് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തി ന്യൂനപക്ഷ സമുദായത്തെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും അതാത് പാർട്ടികൾ സ്വീകരിക്കുന്ന ഓരോ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ഇവിടുത്തെ സമുദായ സൗഹാർദ്ദം തകർക്കുന്നിടത്തേക്ക് എത്തരുത്. ഇതാണ് നമ്മുടെ പോയിന്റ്. ഇനി നിർത്തല്ലേ? വേറൊന്നുമില്ലല്ലോ അല്ലേ? അപ്പം നിങ്ങൾ കാര്യമായി ഈ പറയപ്പെട്ടതുപോലെ ഈ വിദ്വേഷ പ്രചാരണ കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെയോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലേറ്റവും ഭാഗതയം നിർണ്ണയിക്കാനും നിർവഹിക്കാനും കഴിയുന്ന ആളുകൾ ആണ് നിങ്ങൾ. ഇത്തരം ആളുകൾക്ക് ഇടം നൽകാതെ ഇതുപോലെയുള്ള സൗഹൃദ പ്രോഗ്രാമുകൾ ഞങ്ങളുടെ ജാലിക ഉൾപ്പെടെയുള്ള വിജയിപ്പിക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് തേടുകയാണ്. ഫെബ്രുവരി 2ാം വാരം
ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിന് KSF തുടക്കം കുറിക്കും.